ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉഴുന്നുവടയ്ക്ക് വേണ്ടി ഞാൻ ഒരു ബൗള് ഉഴുന്നെടുത്തു. ഇത് മാത്രമായിട്ട് കാണിക്കുന്നതിന് കുറേ ഇൻഗ്രീഡിയൻസ് വേണം, അത് പിന്നെ ഞാൻ കാണിക്കാം. ഇത് മാത്രമായിട്ട് ആദ്യം എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കഴുകിയിട്ട് പിന്നെ കുതിർത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കാണിക്കാം. ഇത് ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം എടുത്തു എന്നുള്ളൂ. ഇത് കഴുകിയെടുത്തു. അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉപ്പും ഞാൻ ഇട്ട് ആദ്യം അരച്ചെടുക്കും കേട്ടോ. ഉപ്പും ഇഞ്ചിയും ആദ്യം എന്താ ചേർക്കണമെന്ന് വെച്ചാൽ ഈ ഉഴുന്ന് ചെറുതായി ക്രഷായിട്ട് എടുക്കുക. ഭയങ്കരമായിട്ട് മാവ് നന്നായി അരക്കില്ല. അപ്പോൾ ഇത് അരയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ആദ്യം അരച്ചെടുക്കണം കേട്ടോ. കൈ ഇങ്ങനെ നനച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാവ് ഇങ്ങനെ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായി ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ അതിൽ ഒരു ഹോളിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ളൊരു വലുപ്പത്തിലൊരു ഹോള്. ഒരുവിധം വേവാകുമ്പോഴേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് ഭാഗം ഒരുപോലെ വേവിച്ചെടുക്കണം. അധികം തീ കൂട്ടിയിടരുത് കേട്ടോ. അധികം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം മുരിഞ്ഞ് കിട്ടും, ഉൾഭാഗം വേവാണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 3-4 എണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം നല്ല അതിൽ വെന്ത് കിട്ടും. ഒരു 10-25 ഉഴുന്നുവട ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കി. എൻ്റെ ഈ ഉഴുന്നുവടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.